അപ്പോൾ വിജയ, ഇന്ന് വെള്ളാനകളുടെ നാടിൽ ദാസനും വിജയനും പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന സ്ഥാനാർത്ഥി കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ബ്ലോക്കിലേക്ക് കരിക്കോട്ടക്കര ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുന്ന ഒരു പ്രമുഖ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. അപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് ഭംഗിയായി നല്ല രീതിയിൽ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒന്നും പറയാതെ ചോദിക്കണം കേട്ടോ വിജയ. ശരി ദാസ, ഇതുവരെ നമ്മൾ മണ്ടത്തരമൊന്നും ചോദിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് കമൻറ്റ് ബോക്സിൽ കാണുന്നുണ്ട്. എന്നാലും ഒന്ന് നോക്കി കണ്ടൊക്കെ ചോദിച്ചാൽ നല്ലത്. കാരണം അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്, നല്ലോണം വായിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരുപാട് അറിവുള്ള മനുഷ്യനാണ്, അധ്യാപകനാണ്. നിരവധി യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. വിദേശ രാജ്യങ്ങളിൽ 23 രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. ആൾ കില്ലാടിയാണ്. അപ്പോൾ നമുക്ക് പുള്ളിയുടെ ഒരു ഇലക്ഷൻ പ്രചരണവും ഒന്ന് പരിചയപ്പെടാം തീർച്ചയായിട്ടും. ഓക്കെ എന്നാ വാ. വെള്ളാനകളുടെ നാട് പരമ്പരയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ള സ്ഥാനാർത്ഥി കരിക്കോട്ടക്കരി ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുന്ന മനോജ് എം കണ്ടത്തിൽ സാറാണ്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്. അപ്പോൾ സാറിൻ്റെ വിശേഷങ്ങൾ, തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ചറിയാം. സാറേ, ആദ്യം തന്നെ നമസ്കാരം. ദാസന്റെയും വിജയന്റെയും വലിയൊരു നമസ്കാരം. അപ്പോൾ സാറിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, സാറൊരു പൊതുപ്രവർത്തകനാണ്. സാറിൻ്റെ ആദ്യം മുതലുള്ള ആ ഒരു പഠനവും പൊതുപ്രവർത്തന രംഗത്തേക്കുള്ള ആ വരവും അതൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ കരിക്കോട്ടക്കരിക്കാരനാണ്, സ്വദേശിയാണ്. എൻ്റെ നാടിതാണ്, ഞാൻ ജീവിച്ചു വളർന്ന സ്ഥലമാണ്. ഞാൻ പ്രാഥമിക വിദ്യാഭ്യാസം കരിക്കോട്ടക്കരിയിൽ നടത്തി. ഡിഗ്രി വിദ്യാഭ്യാസം കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലാണ് നടത്തിയത്. 5 വർഷക്കാലം പ്രീ ഡിഗ്രിയും ഡിഗ്രിയും. അതിനുശേഷം തിരുവനന്തപുരത്ത് കേരള ലോ അക്കാഡമിയിൽ നിന്ന് LLB ബിരുദം നേടി. അതിനുശേഷം ഞാൻ 3 വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം നേടി: സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്. അതിനുശേഷം അധ്യാപന ബിരുദം BEd നേടി. അതാണ് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെപ്പറ്റി പറയാനുള്ളത്. അതിനുശേഷം കുറച്ചുനാൾ കോടതിയിൽ അഭിഭാഷകനായിരുന്നു. അതിനുശേഷം അധ്യാപന രംഗത്തും ഉണ്ടായിരുന്നു. കാർഷിക മേഖലയിൽ വ്യാപൃതനാണ്. പൊതുരംഗങ്ങളിൽ പ്രത്യേകിച്ച് ഗാന്ധിയൻ ആശയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ, അതുപോലെ ലഹരി വിരുദ്ധ പ്രസ്ഥാനങ്ങൾ, യുവജന പ്രസ്ഥാനങ്ങൾ, നെഹ്റു യുവകേന്ദ്ര പോലെയുള്ള ഗാന്ധി യുവമണ്ഡലം പോലുള്ള സംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു നിർമ്മലഗിരി കോളേജിൽ നിന്നും. അന്ന് വളരെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നാണ് പൊതുപ്രവർത്തന മേഖലയിലേക്ക് വന്നത്. കുറച്ച് നാളത്തെ നാട്ടിലെ ഇടവേളയ്ക്ക് ശേഷം ഏതാണ്ട് 12 വർഷങ്ങൾക്ക് മുമ്പ് അയ്യങ്കുന്ന് പഞ്ചായത്തിൽ അയ്യങ്കുന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുക. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ കുമന്തോട് വാർഡിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും അന്ന് വിജയിക്കാൻ സാധിച്ചില്ല. വീണ്ടും ഒരിക്കൽ കൂടി കോൺഗ്രസ് പാർട്ടി കരിക്കോട്ടക്കരി മണ്ഡലം എന്ന് പറയുന്നൊരു പുതിയ ഡിവിഷനാണ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ. അതിൽ ആദ്യമായി മത്സരിക്കാൻ വേണ്ടി ഇവിടുത്തെ കരിക്കോട്ടക്കരി പ്രദേശത്തെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പാർട്ടി അവസരം തന്നിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. പൊതുപ്രവർത്തന മേഖലയിൽ ജനപ്രതിനിധിയാവുക എന്ന് പറയുന്ന വളരെ വലിയൊരു കാര്യമായി കാണുന്നു. അതിനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു. വളരെ സന്തോഷം. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിലെ കരിക്കോട്ടക്കരി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ എന്തൊക്കെയാണ് അങ്ങയുടെ പ്രവർത്തന ലക്ഷ്യം എന്ന് പറയുന്നത്? ഞാൻ പഠിച്ച വിഷയത്തെപ്പറ്റി പറഞ്ഞു. സ്വാഭാവികമായും പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന വിഷയം ഗാന്ധിയൻ സ്റ്റഡീസിലൊരു പഠന വിഷയമാണ്. ഗാന്ധിജിയുടെ സ്വപ്നമാണ് പഞ്ചായത്ത് രാജ്. അതിൽപ്പെട്ട ഒരു ഘടകമാണ് ത്രിതല പഞ്ചായത്ത്.
ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നൊരു സംവിധാനത്തിലേക്ക് ഞാൻ മത്സരിക്കുമ്പോൾ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി വിഭാവനം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി, ഗവൺമെൻറ്റിൽ കിട്ടുന്ന ഏതെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കാനോ അല്ലെങ്കിൽ ചില റോഡുകൾ കൊണ്ടുവരാനോ മാത്രമായി ഒരു പഞ്ചായത്ത് സംവിധാനമല്ല വിഭാവനം ചെയ്യുക. അതിന് ഉദ്യോഗസ്ഥർ മാത്രം മതി. അതിനപ്പുറത്ത് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് ജനപ്രതിനിധി എന്ന് പറയുക. ഗവൺമെൻറ് തരുന്ന പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമല്ല, ആ റോഡ് എവിടെയാണ് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഒരു കുളം കുത്തുക, ഇത് മാത്രമല്ല. അതിനോടൊപ്പം തന്നെ നാട്ടിലെ പ്രവർത്തനങ്ങൾക്കും വികസന കാര്യങ്ങൾക്കും അതുപോലെ സാമൂഹ്യ വിഷയങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയുടെ ലക്ഷ്യമെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്ന ത്രിതല പഞ്ചായത്തിലെ നടുഭാഗത്തുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ഏതാണ്ട് 8 മണ്ഡലങ്ങൾ, 8 വാർഡുകൾ ഉൾപ്പെടുന്ന ഈ പ്രദേശത്തിൻ്റെ സമഗ്രമായ ഒരു കാഴ്ചപ്പാടോടുകൂടി നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, കേരള ഗവൺമെൻറ്റിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഒരുപക്ഷെ ഭരിക്കുന്നതൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളായിരിക്കാം, അവരെയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന, പ്രത്യേകിച്ച് ഇങ്ങനെ ആയിരിക്കണം ഒരു മെമ്പർ എന്ന് 5 വർഷം കഴിഞ്ഞ് പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതാണ് ജനമനസ്സിലേക്ക് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു മെമ്പർ ആകണമെന്നാണ്, അല്ലെങ്കിൽ ഒരു പ്രവർത്തനമാണ് എൻ്റെ ആഗ്രഹം. അതിന് ജനങ്ങളുടെ അംഗീകാരം ലഭിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാകും. ഇല്ലാത്ത വാഗ്ദാനങ്ങൾ നൽകാനില്ല. ഇല്ലാത്ത പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അതാണ് ഒരു സ്ഥാനാർത്ഥിയും അതൊരു മത്സരാർത്ഥിയും വോട്ടർമാരോട് പറയേണ്ടത് അത് തന്നെയാണ്. ഇപ്പോൾ സാറിപ്പോൾ ഈ പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ പുതിയ ഡിവിഷനാണ് കരിക്കോട്ടക്കരി. വോട്ടർമാരെയൊക്കെ കാണുമ്പോൾ അവരുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയുണ്ട് സാർ? വളരെ നല്ല പ്രതികരണമാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ നാട്ടിലുള്ള ആളെന്നാലും പൊതുപ്രവർത്തകനെന്നാലും പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, പലപ്പോഴും അനുകൂലമായ സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ വാർഡുകൾ വനിതയായി പോകും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ മറ്റെവിടെയും പോയി മത്സരിക്കില്ല. എനിക്ക് എൻ്റെ വാർഡിൽ നിന്ന് മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പലപ്പോഴും മത്സര രംഗത്ത് നിന്ന് മാറുന്നത്. നമുക്ക് പഞ്ചായത്ത് രാജിൽ ജനപ്രതിനിധികൾ അവരുടെ തദ്ദേശീയരായിരിക്കണം എന്നുള്ള ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് മാറ്റം വരുന്ന സാഹചര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് മത്സര രംഗത്ത് അതൊരു ഒരു പ്രാധാന്യമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെ സന്തോഷവാനാണ്. കാരണം ഞാൻ അറിയുന്ന ഒരാളെന്ന നിലയിൽ, നാടിനെ അറിയുന്ന ആളെന്ന നിലയിൽ എനിക്ക് ആളുകളുടെ വളരെ വലിയ പ്രതികരണമുണ്ട്. ഞങ്ങളെല്ലാവരും കൃത്യമായിട്ട് എനിക്കറിയാം, രാഷ്ട്രീയ ഭേദമന്യേ മറ്റ് പരിഗണനകളൊന്നുമില്ലാതെ മനോജ് എന്ന് പറയുന്ന ആളിനെ അറിയുന്ന നാടായതുകൊണ്ട് തന്നെ വളരെ വലിയ പിന്തുണയാണ് എനിക്ക് ദിവസങ്ങളിൽ. പ്രത്യേകിച്ച് 2 ദിവസമായുള്ളൂ പ്രഖ്യാപനം വന്നിട്ട്, അല്പം വൈകിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അറിയുന്ന ആളുകൾ വളരെ ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. സ്കൂൾ കാലഘട്ടത്തിൽ ഭയങ്കര തീപ്പൊരി പ്രസംഗത്തിൻ്റെ ആളായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയാവുന്നതാണ്, നേരിട്ട് അറിയാവുന്നതാണ്. അതെങ്ങനെയുണ്ട് ആ ഒരു കാലഘട്ടത്തിനെക്കുറിച്ച്? നല്ലൊരു സ്പോർട്ട് പ്രാസംഗികനാണ് നോക്കാം. ഭയങ്കര നമ്മളൊരു എന്തൊരു വിഷയം കൊടുത്തു കഴിഞ്ഞാൽ, സ്പോർട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്ന, വളരെ വാചാലനായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമ്മൾ കാണുന്നത്, നമ്മൾ പറഞ്ഞ വന്ന ഡിഗ്രി മാത്രമല്ല, വളരെ ടാലന്റഡ് ആയ ഒരു വ്യക്തി കൂടിയാണ്. അതിനെപ്പറ്റി വളരെ ആവേശകരമായ ഒരു ഓർമ്മയാണുള്ളത്. കാരണം ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ട് തന്നെ പ്രസംഗ മത്സര വേദികളിൽ വന്നയാളാണ്. എൻ്റെ പിതാവ് അധ്യാപകനും ഒരു പ്രാസംഗികനൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ ആവാം ഞാനും ഒരു പ്രാസംഗികനാണെന്ന് ചെറുപ്പം മുതലേ തന്നെ ആളുകൾ വിചാരിച്ചു. ഏതായാലും ഞാൻ ആ വഴിയിൽ തന്നെ വന്നു. 6ാം ക്ലാസ് മുതൽ വിവിധ മത്സരവേദികളിൽ ഞാൻ പറഞ്ഞു, നിയമപഠന കാലഘട്ടം അടക്കം തിരുവനന്തപുരത്ത് ഏറ്റവും പ്രസിദ്ധമായ രാജഭരണകാലത്തുണ്ടായിരുന്ന സജീവോത്തമ പുരസ്കാരം മുതൽ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും ഞാൻ പഠിച്ച സ്ഥലങ്ങളിലെല്ലാം യൂണിവേഴ്സിറ്റി പ്രസംഗ മത്സരങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയിട്ടുണ്ട്. ഏതാണ്ട് 1000-ലധികം സർട്ടിഫിക്കറ്റുകൾ പ്രസംഗ മത്സരത്തിൽ തന്നെ. കഴിഞ്ഞ ഒരു 10-15 വർഷമായി മുതിർന്നവർക്കുള്ള മത്സരമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ മത്സരവേദികളിൽ മാറി നിൽക്കുകയാണ്. കാരണം പുതിയ ആളുകൾ മത്സരവേദികൾ ഒരുപക്ഷെ കോമൺ ആയിട്ട് പങ്കെടുക്കുമ്പോഴും ഒരുപക്ഷെ നമുക്ക് പ്രൈസ് കിട്ടില്ല എന്നുള്ള ആശങ്ക കൊണ്ടല്ല, മറിച്ച് അവർക്കുള്ളൊരു അവസരം എന്ന നിലയിൽ. പക്ഷേ പ്രസംഗ മത്സരത്തെ പറ്റി ഓർക്കുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ആശയങ്ങൾ രൂപപ്പെട്ടത് പ്രസംഗം പറയാൻ എന്തെങ്കിലും വേണം, അതിന് വായിക്കണം. അന്ന് മൊബൈൽ ഫോണോ യൂട്യൂബൊന്നുമില്ല. അപ്പോൾ ധാരാളം വായിക്കുമായിരുന്നു. ഇപ്പോൾ വായന കുറവാണ്. അപ്പോൾ പ്രസംഗം എന്ന് പറയുന്നതിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തന്നെ ധാരാളം വായിക്കുമായിരുന്നു. ഇന്നും പത്രം വായിക്കാതെ ഒരു ജീവിതം ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു വിധത്തിൽ പ്രസംഗ മത്സരകാരനായിട്ട് ഓർക്കുന്നു. അങ്ങനെ ഒരു പ്രസംഗിക്കാനുള്ളൊരു താല്പര്യത്തിൽ നിന്നാണ് ഒരു പൊതുപ്രവർത്തകനായി മാറുക എന്നുള്ള ചിന്തയിലേക്ക് വന്നത്. കാരണം കോളേജിൽ എനിക്കറിയാം, എൻ്റെ പ്രസംഗം കണ്ടിട്ട് തന്നെയാണ് അന്ന് KSU എന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് പ്രപ്പോസ് ചെയ്തത്. ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ വോട്ട്, സാധാരണഗതിയിൽ ചെയർമാനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുക, ചെയർമാനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയാണ് അന്ന് UEC ആയിട്ട് ഞാൻ ജയിച്ചത് എന്നുള്ളത് ഉറപ്പാണ്. അന്ന് എനിക്ക് വലിയ പൊതുപ്രവർത്തന പാരമ്പര്യമൊന്നുമില്ല. പക്ഷേ അന്ന് പ്രസംഗത്തിൻ്റെ പിൻബലത്തിലാണ് അന്ന് ഞാൻ അങ്ങനെ ആ ഒരു പിൻബലമാണ് ഇപ്പോഴും കിട്ടുന്നത്. അതിലെനിക്ക് വളരെ അഭിമാനമുണ്ട്.
ആ പ്രസംഗ കലയാണ് എന്നെ വളർത്തിയത്. പൊതു മീറ്റിങ്ങുകൾക്ക് ഇപ്പോൾ പൊതുവെ കുറവാണ്. 2-3 കാര്യങ്ങളുണ്ട്. നമുക്കൊന്ന് ഇപ്പം ഇലക്ഷൻ പ്രചരണമൊക്കെ വീടുകളിലേക്ക് എത്തുന്ന കാലമാണ് സോഷ്യൽ മീഡിയ വഴി പോസ്റ്റർ. അപ്പോൾ വഴിവെക്കിൽ ഒരുപാട് ഫ്ലെക്സ് വെക്കുക, മൈക്ക് അനൗൺസ്മെൻ്റ് ഒക്കെ വ്യക്തിപരമായി എനിക്ക് താല്പര്യം കുറവുള്ള കാര്യങ്ങളാണ്. നമുക്ക് മത്സരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കാനുള്ള ഫ്ലെക്സ് വെക്കണം, അല്ലാതെ മത്സരിച്ച് ഫ്ലെക്സ് വെക്കുക, മൈക്ക് അനൗൺസ്മെൻറ്റ് വലിയ വ്യാപകമായി നടത്തുക എന്നുള്ളതൊക്കെ വലിയ ഒരു ചിലവേറിയ കാര്യമാണ്. അത് മാത്രമല്ല നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്കും മനസ്സുകളിലേക്കും എത്താനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് സോഷ്യൽ മീഡിയ. നല്ലൊരു പോസ്റ്റർ ഇട്ട് എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടൗണിൽ കാണുമ്പോൾ പിന്നെ ഇതിനെല്ലാം ഹരിത പെരുമാറ്റച്ചട്ടമൊക്കെ ഉണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പാർട്ടി അനുവദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യൂ. അതുകൊണ്ട് തന്നെ പ്രസംഗിക്കാനുള്ള വേദി എന്തായാലും ഉണ്ടാകുന്ന ഉറപ്പാണ്. ആ വേദികളിൽ തീർച്ചയായിട്ടും നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കാനുള്ള അവസരം കിട്ടുമ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്യുക തന്നെ ചെയ്യും, അത് ഉറപ്പാണ്. വിനിയോഗിക്കും. അങ്ങനെ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ മത്സരരംഗത്തേക്ക് വന്നു, ഫാമിലിയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഫാമിലിയുടെ ഒക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ കുടുംബത്തിൻ്റെ പിന്തുണയില്ലാതെ നമുക്കൊരിക്കലും പൊതുപ്രവർത്തനമോ രാഷ്ട്രീയ പ്രവർത്തനമോ നടത്താൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ അനുഭവം അതാണ്. എൻ്റെ ഫാദർ ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം വളരെ സജീവമാണ് പൊതുപ്രവർത്തന രംഗത്ത് കഴിഞ്ഞ ഏതാണ്ട് 70 വർഷക്കാലമായി. അപ്പം സ്വാഭാവികമായിട്ട് ആ ഒരു പാരമ്പര്യം എനിക്കുണ്ട്. അമ്മ ഏതാണ്ട് 7 മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. അമ്മ എടൂർ സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഭാര്യ ഒരു ടീച്ചറാണ്. ഭാര്യ എടൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ അധ്യാപികയാണ്. എനിക്കൊരു മോനാണ്. ഇവരെല്ലാം തരുന്ന പിന്തുണയാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ വിജയം. കാരണം കുടുംബത്തിൽ അംഗീകരിക്കപ്പെടുന്ന ആൾക്ക് മാത്രമേ സമൂഹത്തിലും വിജയിക്കാനാവൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ കുടുംബം, അത് മാത്രമല്ല എൻ്റെ നേരിട്ടുള്ള ആളുകൾ മാത്രമല്ല, എൻ്റെ സഹോദരിമാർ എല്ലാവരും, എൻ്റെ മറ്റ് കുടുംബാംഗങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഈ വിഷയത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് ഒരുപക്ഷെ വൈകി എത്തുന്ന പൊതുപ്രവർത്തകൻ, ഒരുപക്ഷെ വീട്ടിൽ നേരത്തെ ഇറങ്ങുന്ന പൊതുപ്രവർത്തകൻ, വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ സാധിക്കാതെ വരുന്നയാൾ, ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ വീട്ടിലുള്ളവർ അത് സാക്രിഫൈസ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അംഗീകരിച്ചേ പറ്റൂ. എന്നെ സംബന്ധിച്ച് അത് വീട്ടിലെ ഒരു ശീലമാണ്. എല്ലാവരും ഈ രംഗത്തുള്ളത് കൊണ്ട് തന്നെ അത്തരമൊരു വിഷയമില്ല. എനിക്ക് പൂർണ്ണ സപ്പോർട്ട് ഇപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും പിന്തുണയുമായി കുടുംബം കൂടെയുണ്ട്. അതിൻ്റെ കൂടുതലൊരു കാര്യം ചോദിച്ചോട്ടെ. പിതാവ് മാത്യു സാറിൻ്റെ കാര്യം പറഞ്ഞു. മാത്യു സാറിൻ്റെ പ്രവർത്തനങ്ങൾ, മാത്യു സാറിൻ്റെ മദ്യനിരോധന പ്രസ്ഥാനങ്ങൾ, ഗാന്ധിയൻ ചിന്തകൾ, അതൊരു പ്രത്യേക തലത്തിലുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനം വക്കീലിൻ്റെ ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ എങ്ങനെ എത്രയധികം സ്വാധീനിച്ചിരിക്കും? ഡാഡിയുടെ വഴികളാണ് തീർച്ചയായിട്ടും എൻ്റെ വഴികൾ. അതുകൊണ്ട് യാതൊരു സംശയമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയാം, ഒരു മനുഷ്യൻ രൂപപ്പെടുന്നത് അയാളുടെ ചുറ്റുപാടും കുടുംബവും ഒക്കെയാണെന്ന് നന്നായിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ വഴികളിലൂടെയാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾക്ക് സമാനതകളില്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും, ആ ഒരു ബലവും എനിക്കുണ്ട്. എന്നിൽ നിന്ന് അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ജനങ്ങൾക്ക് ഹിതകരമല്ലാത്തൊരു കാര്യവും ചെയ്യില്ല എന്നുള്ള ഒരു ബോധ്യം ജനത്തിനുള്ളതും ആ ഒരു പശ്ചാത്തലം കൂടിയാണ്. അതുകൊണ്ട് ഞാൻ അതിൽ ഉറച്ച് മാത്രമേ നിൽക്കൂ. ആ ഒരു പിന്തുണയാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. അത് ഡാഡി മാത്രമല്ല, കുടുംബാംഗങ്ങളെല്ലാവരും. നമ്മുടെ ഈ നാട്ടിലെ വോട്ടർമാരോട്, ജനങ്ങളോട് സാറിന് എന്താണ് പറയാനുള്ളത്? ജനങ്ങളോട് പറയാനുള്ളത്, ജനാധിപത്യത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. നമുക്കിന്ന് സംഭവിക്കുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വോട്ട് ചെയ്താൽ വോട്ട് ചെയ്യുന്ന ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു പിന്തുടർച്ച നമുക്കില്ല. അവരെന്തും ചെയ്യുന്നു, അവരെ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയുന്നില്ല. അതുകൊണ്ട് 2 കാര്യങ്ങളാണ് എനിക്കതിനെ പറയാനുള്ളത്. ഒന്ന്, ഗ്രാമസഭകളിൽ നിർബന്ധമായി പങ്കെടുക്കുക. ഈ പഞ്ചായത്ത് രാജിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്രാമസഭയാണ്. നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനം ബ്ലോക്കാണെങ്കിലും പഞ്ചായത്താണെങ്കിലും അതിൻ്റെ അടിസ്ഥാനം ഗ്രാമസഭയാണ്. 2 ഗ്രാമസഭകളിൽ പങ്കെടുക്കുക എന്നാണ് ഒന്നാമത്തെ. രണ്ടാമത്തേത്, തീർച്ചയായും തെറ്റുകൾ കണ്ടാൽ തിരുത്താൻ സാധിക്കും. നിങ്ങളത് ചെയ്തത് ശരിയായില്ല. പക്ഷേ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ജനങ്ങളുടെ ഒരു പിടിവള്ളി ജയിച്ചു വരുന്ന ആളുടെ മുൻപിലുണ്ട് എങ്കിൽ തീർച്ചയായും അയാൾക്ക് ജനങ്ങൾക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ ജയിക്കുന്നത് വരെ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരിക്കും. ജയിച്ചു കഴിഞ്ഞാൽ അയാൾ എല്ലാവരുടെയും ജനപ്രതിനിധിയാണ് എന്നുള്ള, അത് ഞാൻ പ്രതിദാനം ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ ഞാൻ പ്രതിദാനം ചെയ്ത മതത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ ഒന്നുമല്ല. ഈ ഡിവിഷൻ്റെ പേര് കരിക്കോട്ടഗിരി എന്നാണെങ്കിൽ പോലും മുണ്ടയാമ്പറമ്പും എടപ്പഴയും ഈന്തുംകരിയും അങ്ങാടിക്കടവും ഒക്കെ ഈ ഡിവിഷനിലാണ്. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ മൊത്തമായ കാര്യങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ഒരു ജനപ്രതിയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഒരു വാഗ്ദാനം മാത്രമേ എനിക്ക് ജനങ്ങൾക്ക് നൽകാനുള്ളൂ. കേട്ടില്ലേ, നമ്മുടെ വോട്ടർമാരോട്, ജനങ്ങളോട് സാറിൻ്റെ വാക്കുകളാണ്, സ്ഥാനാർത്ഥിയുടെ വാക്കുകളാണ്. ഈ മത്സര രംഗത്തിലെ 2 പ്രധാന സ്ഥാനാർത്ഥികൾ, രണ്ടും അതിൽ ഒരു ഭയങ്കര രസകരമായ സംഭവമുണ്ട്. കാരണം കുടുംബ സുഹൃത്തുക്കളുടെ മത്സരമായ കുടുംബ സുഹൃത്തുക്കളുടെ
മക്കളാണ് മത്സര രംഗത്തുള്ള രണ്ടുപേരും. വളരെ ഈ കരിക്കോട്ടക്കരി നടക്കുന്ന ഏറ്റവും മനോഹരമായൊരു മത്സരമായിരിക്കും. യാതൊരു പ്രത്യാരോപണങ്ങളില്ലാത്ത മനോഹരമായൊരു മത്സരമായിരിക്കും എന്ന്. അതെ, എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ എതിർ സ്ഥാനാർത്ഥി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, റിട്ടയർഡ് പ്രിൻസിപ്പളാണ്. ഞാൻ അദ്ദേഹം എന്നെ ബഹുമാനിക്കുന്നു. അതിനേക്കാൾ വലിയൊരു ക്രൈസിസ് എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ഇതൊരു പോരാട്ടം വ്യക്തികൾ തമ്മിലല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ നേരത്തെ സൂചിപ്പിച്ച പിതാവും നമ്മുടെ ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ജോർജ് സാറിൻ്റെ പിതാവും ഞങ്ങളെക്കാൾ വലിയ സുഹൃത്തുക്കളാണ്. അത് വളരെ രസകരമാണ്. പക്ഷേ അല്പം മനോവിഷമൊക്കെ ഉണ്ടാകുമായിരിക്കും. എങ്കിൽ പോലും അങ്ങനെ ഒരു മത്സരം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയുമെങ്കിലും രാഷ്ട്രീയമാണ്, ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ വിനിയോഗിക്കുന്നു. പക്ഷേ കുടുംബങ്ങൾ തമ്മിൽ വളരെ സൗഹൃദപരമായ, ആരോഗ്യപരമായ, അതിലേറെ എന്താ പറയുക, വളരെ പോസിറ്റീവായ അർത്ഥത്തിൽ കാണുന്നൊരു മത്സരമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതാണ് പറയുന്നത്, മത്സരം എപ്പോഴും ഉണ്ടാകും. ഒരു തെരഞ്ഞെടുപ്പാകുമ്പം ഒരാൾ ജയിക്കും, ഒരാൾ തോൽക്കും. അപ്പോൾ മത്സരം സ്വാഭാവികമാണ്. അത് ആരോഗ്യപരമായിരിക്കണം. മത്സരം കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ എല്ലാം ജയിക്കുന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നു. അത് ജയിച്ചയാൾ അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്നു. മനോഹരമായൊരു സംഭവങ്ങൾ തന്നെയാണ്. വേറെന്താ, ഒരു ജനപ്രതിനിധിയായി പോകുമ്പോൾ നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ പ്രതിഫലിക്കുന്ന ഒന്നാണ് നമ്മുടെ പ്രവർത്തന മേഖല. എന്നെ സംബന്ധിച്ച് കുറേ സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാണ് ഞാൻ. ഒരുപക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ ഈ യുവജന സംഘടനകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ ഏകദേശം 22 രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടുത്തെ യുവജന സംഘടനകളുമായി ബന്ധപ്പെട്ട്, പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തേക്ക് ജനപ്രതിനിധികൾ എന്താണ് ചെയ്യുന്നതും എങ്ങനെയാണെന്നും ഒക്കെ പഠിക്കാൻ, അവിടെ പോയി വീടുകളിലേക്കാണ് താമസിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അനുഭവം ഒക്കെ വെച്ചുകൊണ്ട് തന്നെ സ്വാഭാവികമായും നമുക്കറിയാം, നമ്മൾ ഒരുപാട് വികസന മാതൃകകൾ തേടി പോകുമ്പോൾ ഒരു ചെറിയ മെമ്പറായി പോകുന്ന എനിക്ക് ആ ഒരു അനുഭവവും ആ പരിചയവും ഒക്കെ തീർച്ചയായിട്ടും ഇവിടെ വിനിയോഗിക്കാൻ സാധിക്കും. നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, പ്രചരണ തന്ത്രങ്ങൾ, പഴയ പ്രചരണ തന്ത്രങ്ങളൊക്കെ മാറേണ്ട കാലമായി ജനങ്ങളുടെ മനസ്സുകളിലേക്ക് എത്താൻ സാധിക്കുന്ന, അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നമുക്കറിയാം, ഒരു പ്രചരണം അത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തുക. അപ്പോൾ ആ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും, വ്യക്തിപരമായി പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഒരു സർക്കാരിൻ്റെ ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുമ്പോൾ അവിടെ ജനപ്രതിനിധിയുടെ ഫോട്ടോ വെച്ച് പേര് വെക്കുന്നത് തന്നെ ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് തുറന്നു പറയുന്ന കാര്യമാണ്. അത് സർക്കാരിൻ്റെ വികസന പദ്ധതി ഏതാണ് ഈ ഒരു ജനപ്രതിനിധിയുടെ ഫണ്ട് വഴി നൽകുന്നു എന്നുള്ളതാണ്. ഇത് വളരെ കൃത്യമായ നിലപാടാണ്. അത് ഏത് മുന്നണി ആര് ചെയ്യുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അവിടെ നമ്മൾ ചെയ്യേണ്ടത് സർക്കാർ ഫണ്ട് ചെലവഴിക്കുന്നതിന് ഉപാധിയായത് ഇന്ന വ്യക്തി എന്ന് പറയുന്ന, അത് മാത്രമേ നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ളൂ എന്ന് കരുതുന്നതാണ് വ്യക്തിപരമായിട്ട്. പിന്നെ ഇതൊക്കെ ഒരു പ്രചരണമാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ നമ്മുടെ പ്രവർത്തനം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് വരുന്ന ഒരു നിലപാടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ ഈ നിങ്ങളുമായിട്ടുള്ള ഒരു സൗഹൃദ സംഭാഷണത്തിൽ വ്യക്തമാക്കിയതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഈ ഒരു പരമ്പരയിൽ ദാസനോടും വിജയനോടും ഏറ്റവും ഭംഗിയായിട്ട് തന്നെയാണ് മനോജ് സാർ ഇപ്പോൾ സംസാരിച്ചത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഒരുപാട് സ്ഥാനാർത്ഥികളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വിജയ. അപ്പോൾ നമ്മൾ ഈ സർക്കാർ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഉണ്ടാക്കുന്ന റോഡും അതുപോലെ തന്നെ പാലമൊക്കെ വരുമ്പോൾ നേതാക്കന്മാരുടെ ഫ്ലെക്സ് വെക്കുന്നതിൽ യാതൊരു താല്പര്യമില്ല എന്നാണ് മനോജ് സാർ തുറന്നു പറഞ്ഞിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. ഇപ്പോൾ നമുക്കങ്ങനെ നേതാക്കന്മാരെ കാണാൻ കിട്ടില്ല. എല്ലാവരും ഇപ്പോൾ ഫ്ലെക്സിൽ അവനവൻ്റെ തല കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. എന്നാലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായമാണ് സാർ പറഞ്ഞത്. അതിന് വെള്ളാനകളുടെ നാടിൽ ഒരു ബിഗ് സല്യൂട്ട് സാറിന് നേരുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പം പുതു വാർഡാണ്, കരിക്കോട്ടക്കരി ഡിവിഷനാണ്. പുതു വോട്ടർമാർ ഒരുപാട് പേരുണ്ട്. സാറിന് ഈ പുതു വോട്ടർമാർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? നമ്മൾ പൊതു വോട്ടർമാർ, നമുക്ക് ഉദാഹരണമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വോട്ട് ചേർക്കൽ പ്രക്രിയയുടെ ഒരു സമയമായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർത്തു. അത് കഴിഞ്ഞപ്പോൾ SIR നടക്കുന്നു, അതായത് വളരെ തീവ്രമായൊരു വോട്ടർ പട്ടിക പരിഷ്കരണം. ഇവിടെ കാണുന്നത് പുതുതലമുറയ്ക്ക് വോട്ട് ചെയ്യുന്നതിനോട്, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനോട് സ്വമേധയാ താല്പര്യമില്ല. എൻ്റെ ഒരു 18 വയസ്സാകാൻ വേണ്ടി കാത്തിരുന്നയാളാണ് ഞാൻ, വോട്ട് ചെയ്യാനും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും. പക്ഷേ അങ്ങനെ ഒരു താല്പര്യമൊന്നുമില്ല. അതിന് കാരണം നമ്മുടെ ഒരു പൊതുജീവിതത്തോടും രാഷ്ട്രീയ രംഗത്തോടുമുള്ള യുവതലമുറയുടെ ഒരു അകൽച്ച വളരെ പ്രകടമാണ്. അതായത് ഞങ്ങൾക്ക് ഒരു ജോലി തരാൻ സാധിക്കുന്നുണ്ടോ, ഞങ്ങൾക്കൊരു വരുമാനം തരാൻ സാധിക്കുന്നുണ്ടോ, പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട്, രാഷ്ട്രീയം കൊണ്ട്, ഭരണകൂടങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ചോദിക്കുന്നത്. അത് മുന്നണിയെ സംബന്ധിച്ചല്ല, ഭരണകൂടങ്ങളോടുള്ള ജനങ്ങളുടെ എതിർപ്പ് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഞങ്ങൾക്ക് പങ്കാളികളായില്ലെങ്കിലും താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് വോട്ടർ പട്ടികയിൽ പേരെടുക്കാൻ താല്പര്യമില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയതാണ്, ജനാധിപത്യത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് യോജിക്കുവാനും വിയോജിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് കുട്ടികളോടും പുതുതലമുറയോടും പറയാനുള്ളത്, നിർബന്ധമായി നിങ്ങൾ വോട്ട് ചെയ്യണം, അഭിപ്രായം നിർഭയമായി രേഖപ്പെടുത്തണം. വോട്ട് ചെയ്യുന്ന ആർക്കാണെന്ന് എന്താണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല, അതാണല്ലോ അതിൻ്റെ സൗന്ദര്യം. പക്ഷേ യുവതലമുറയെ സംബന്ധിച്ച് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഈ നിസ്സംഗത വരാനുള്ളൊരു കാര്യം, ലഹരിയുമായി ബന്ധപ്പെട്ടും രാഷ്ട്രീയത്തെ സംബന്ധിച്ചുമൊക്കെയുള്ള ചില ധാരണകളുണ്ട്. അതായത് രാഷ്ട്രീയവും ലഹരിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്നും
അങ്ങനെയുള്ള മേഖലകളാണെന്നൊക്കെ ഒരു ചിന്തയുണ്ട്. ഈ രണ്ട് കാര്യത്തിലും കൃത്യത യുവജനങ്ങൾക്കും കുട്ടികൾക്കും ഉണ്ടാകണം. ലഹരിക്ക് അടിപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥി മുന്നേറ്റത്തിലൊക്കെ പങ്കാളിയായിരുന്നു. ആൻറ്റി ഡ്രഗ്സ് സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഭാരവാഹിയായിരുന്നു, അതിൻ്റെ ഓർഗനൈസറായിരുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ വരുമ്പോഴും എനിക്ക് പറയാനുള്ളത് അത്തരത്തിലുള്ള നിലപാടുകളോട് നോ പറയാൻ, അത് നേതൃത്വത്തിലാണെങ്കിലും കുട്ടികൾക്കൊപ്പമാണെങ്കിലും ഞാനുണ്ടാവും, അത് യാതൊരു സംശയവുമില്ല. കുട്ടികളോട് പറയാനുള്ളത് ലഹരിക്ക് അടിപ്പെട്ടാൽ, ഞാൻ കോടതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ധാരാളം കുട്ടികൾ ഇതിൻ്റെ ഒരു വിപത്ത് എന്താണെന്നറിയാതെ ഇതൊരു സാധാരണഗതിയിൽ കൈകാര്യം ചെയ്തൊരു മിഠായി കൈകാര്യം ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ പാൻ മസാല കൈകാര്യം ചെയ്യുമ്പോൾ അതൊരു ബബിൾഗം ചവയ്ക്കുന്ന പോലെയാണെന്ന് കരുതുന്ന കുട്ടികളുടെ മുന്നിൽ ഇത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഈ ഇലക്ഷൻ എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ദൗത്യം കൂടി തീർച്ചയായിട്ടും ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിലും ആ രംഗത്ത് ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പു തരികയാണ് ഈ ഒരു പരിപാടിയിൽ. അതാണ് നമ്മുടെ സാറിന് ഇപ്പോൾ നാട്ടുകാരോട്, വോട്ടർമാരോട്, ജനങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് നേതൃപാടവമുള്ള ഒരുപാട് സംഘടനകളെ മുന്നോട്ട് നയിച്ചിട്ടുള്ള സാറിന് നമ്മുടെ വെള്ളാനകളുടെ നാടിൽ ദാസനും വിജയനും 1000 വിജയ ആശംസകൾ നേരുകയാണ്. അല്ലേ വിജയ? തീർച്ചയായിട്ടും. താങ്ക് യു, വളരെ സന്തോഷം. അപ്പോൾ ഇലക്ഷൻ പ്രചരണമൊക്കെ ഭംഗിയായി നടക്കട്ടെ. ഈ ഒരു തിരക്ക് പിടിച്ച സമയത്തിനുള്ളിൽ നമുക്ക് ഒരല്പസമയം മാറ്റിവെച്ചതിന് ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി. നിങ്ങൾ കൂടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും ഞങ്ങൾ കൂടെ ഉണ്ട്. അങ്ങയുടെ കാഴ്ചപ്പാടുകൾ പോലെ കാഴ്ചപ്പാടുകൾ വ്യക്തതയോടെ ജനങ്ങളിലേക്ക് തുറന്നു പറയാനുള്ള ആർജവത്തിന് ഞങ്ങളൊരു സല്യൂട്ട് നൽകുകയാണ്. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒപ്പമുണ്ട്. ട്രൂ മീഡിയ കേരള.